ഇനി ട്രസ്റ്റ് വാലറ്റ് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു. ട്രസ്റ്റ് വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലോ ആപ്പിൾ സ്റ്റോറിലോ പോയിട്ട് നിങ്ങൾ ട്രസ്റ്റ് ക്രിപ്റ്റോ ആൻഡ് ബിറ്റ്കോയിൻ വാലറ്റ് അടിച്ചാൽ മതി. ആൻഡ് അപ്ഗ്രേഡ് ചെയ്തൊക്കെ നിങ്ങൾക്ക് വെക്കാം. എൻ്റെ മെയിൻ വാലറ്റ്സിനെ കാണാൻ പറ്റും 1, 2, 3, 4. സോ നമുക്ക് നെക്സ്റ്റ് ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നെങ്കിൽ എങ്ങനെ വാലറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സിൽ വന്നിട്ട് വാലറ്റിന് ഇവിടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിൽ പ്ലസ് ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ആ വാലറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ മെറ്റാമാസ്കിൻ്റെ വാലറ്റിൽ ഇതിലോട്ട് കൊണ്ടുവരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ന്യൂ വാലറ്റ് അടിക്കുക, എന്നിട്ട് കണ്ടിന്യൂ അടിക്കുക. എന്നിട്ട് ഈ കോഡ്സൊക്കെ നിങ്ങൾ കോപ്പി ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ അതൊക്കെ യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഒന്ന് ടൈപ്പ് ചെയ്ത് വെക്കുന്നു. നമ്മൾ റിക്കവറി ഫേസ് അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സൈഡ് ഫേസ് അടിച്ച സമയത്ത് ഇങ്ങനെ കാണിക്കും യുവർ വാലറ്റ് ആസ് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന്. അതിൽ നിങ്ങൾ ഡൺ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബിറ്റ്കോയിൻ, ഇതേറിയം, BNB ആൻഡ് സ്മാർട്ട് ചെയിൻ ആണ്. ഇപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ടെസ്റ്റ് നെറ്റ് മെറ്റാമാസ്കിൽ സെറ്റ് ചെയ്ത പോലെ ഒന്നും സെറ്റ് ചെയ്യേണ്ട. കാരണം ഇതിൽ ഇതേറിയം നെറ്റ്വർക്കും അതുപോലെ തന്നെ BNB നെറ്റ്വർക്കിനൊക്കെ നിങ്ങൾക്ക് ഇതുപോലത്തെ അഡ്രസ്സ് കൊടുത്താൽ മതി. ഇതിന് സർട്ടൻലി നമ്മൾ അപ്പുറത്തെ നെറ്റ്വർക്ക് എടുക്കേണ്ട. പുതിയ ടോക്കൺ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വന്നിട്ട് ആഡ് ചെയ്യാം. XRP ആഡ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ TRX ആഡ് ചെയ്യണമെങ്കിൽ TRX നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു അഡ്രസ്സിൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ റിസീവ് അഡ്രസ്സിൽ ഈ ഒരു HXM എന്ന് പറയുന്ന ഈ ഒരു അഡ്രസ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് ബിറ്റ്കോയിൻ കേസിലാണെങ്കിൽ അഡ്രസ്സ് ചെറിയ വ്യത്യാസം കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു വാലറ്റിലേക്ക് തന്നെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ BNBയുടെ കേസിലാണെങ്കിൽ ബൈനാൻസ് ചെയിൻ്റെ അതായത് ഇപ്പോൾ BEP20 BNB ആണ്. ഇത് BEP BNB ആണ്. അതുപോലെ തന്നെ ബൈനാൻസ് ചെയിനാണിത്, സ്മാർട്ട് ചെയിൻ BEP20. ഇപ്പോൾ ആ നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട ടോക്കൻസ് തന്നെ നിങ്ങൾ കൊടുക്കുക. പിന്നെ ഇതേരിയത്തിൻ്റെ ERC20 ടോക്കൺ സ്റ്റാൻഡേർഡിനൊക്കെ ഇതേരിയവും BEP20 ടോക്കൺ സ്റ്റാൻഡേർഡിനൊക്കെ സ്മാർട്ട് ചെയിൻ BNBയും TRXൻ്റെ സ്റ്റാൻഡേർഡൊക്കെ TRX ടോക്കൺ അഡ്രസ്സും കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് LTC, ബിറ്റ്കോയിൻ ക്യാഷ്, പോളിഗെയിം, മാറ്റിക്, പൊൾക്കാഡോട്ടോ ഇതുപോലത്തെ ടോക്കൺസ് നിങ്ങൾക്ക് ആഡ് ചെയ്തുകൊണ്ട് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, സോളാനൈഡ് ആയാലും നിങ്ങൾക്ക് ഓരോ ടോക്കൻ്റെ നെറ്റ്വർക്ക് നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ടോക്കനെ നിങ്ങളിവിടെ ആഡ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് DApp ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ DApps എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ DApp ഇതുവഴിയാണ് ആക്സസ് ചെയ്യുന്നത്. ഫോണിലാണെങ്കിൽ മെറ്റാമാസ്ക് ആണെങ്കിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെക്സ്, ട്രേഡ്, സ്വാപ്പും കാര്യങ്ങളൊക്കെ ഓൺ ബിൽഡായിട്ട് നമുക്കറിയാം വാലറ്റുകാർ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തിട്ടാണ്. അപ്പോൾ അതും അവർക്ക് ഓൾറെഡി ഉള്ളതാണ്. അതുപോലെ തന്നെ ഫൈനാൻസും കളക്റ്റബിൾസും ഒക്കെ ഉണ്ട്. കളക്റ്റബിൾസ് ലൈക്ക് NFTs ആൻഡ് ഫൈനാൻസിൻ്റെ കേസിൽ നിങ്ങൾക്ക് സ്റ്റേക്കിംഗ് റിവാർഡ്സ് അതുപോലത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ DApps പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഇതുപോലത്തെ സ്റ്റേക്കിംഗ് റിവാർഡ്സിലേക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില സെറ്റിങ്സ് പ്രിഫറൻസ് വെക്കാൻ പറ്റും. പ്രൈസ് അലേർട്ട്, വാലറ്റ് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ പ്രിഫറൻസിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഡോളറാണോ INR വേണമെന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വെക്കാൻ പറ്റും. ചില ആൾക്കാർ INR വെക്കാറുണ്ട്. പക്ഷേ ഞാൻ ആക്ച്വലി ഡോളർ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേരിയമോ BNBയോ വെക്കുന്നതായിരിക്കും നല്ലത്. അത് ഏറ്റവും ബെറ്റർ. അങ്ങനെ ഏതെങ്കിലും ഒരു ടോക്കൺ വെക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ USDT വെക്കുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഇഷ്യൂ ആയിട്ട് നിങ്ങൾക്ക് സെക്യൂരിറ്റി ക്ലിക്ക് ചെയ്ത് അവിടെ പാസ്കോഡ് ഇവിടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പാസ്വേഡ് ഒക്കെ പറ്റും. അതുപോലെ തന്നെ ലോക്ക് മെത്തേഡിൽ നിങ്ങൾക്ക് പാസ്കോഡോ അല്ലെങ്കിൽ ബയോമെട്രി, അതായത് ഫേസ് ക്യാമോ ഫിംഗർ പ്രിൻറ്റോ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ സൈൻ ഇൻ ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിരിക്കും. സോ ഇതൊരു എക്സ്ട്രാ സെക്യൂരിറ്റിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതായിരിക്കും.